നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. വഴുതനങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 4 വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുപോലെ നീളത്തിൽ അല്പം കനം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യൂബ്സ് ആയിട്ടും മുറിച്ചെടുക്കാം. ഞാൻ മുറിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചതും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തതുണ്ട്. ചൂടായ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാളയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൻ്റെ ആ റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് എരിവ് കുറഞ്ഞ് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. പൊടി കരിഞ്ഞു പോകരുത്. മുളക് പൊടിയും പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ഈ മെഴുക്കുവരട്ടിയിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മസാല വഴുതനങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിത് ഒരു പ്രാവശ്യം കൂടെ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ 1 മിനിറ്റ് ഒന്നുകൂടി ഇത് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. വഴുതനങ്ങ വറവൽ എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.